ഹായ് ഗെയ്സ്, ഞാൻ ഉഷയുടെ ഒരു ഹൈ സ്പീഡ് മിഷൻ വാങ്ങിച്ചു. 25,000 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മിഷൻ. അപ്പോൾ ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഇതിലേക്ക് നമുക്ക് എങ്ങനെ ബോബിനിൽ നൂല് ചുറ്റാമെന്നുള്ളതാണ്. ഇവിടെ നമുക്ക് നൂലിടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ 2 സാധനം വരുന്നുണ്ട്. നമ്മൾ ഈ ഫസ്റ്റത്തെ ഇതിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട നൂലും ഈ രണ്ടാമത്തെ ഇതിൽ നമ്മൾ ബോബിനിൽ നൂല് നിറക്കാനും കൂടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ നൂല് ഇതിലേക്കൊന്ന് ഇട്ടിട്ട് ഇവിടെ ഒരു ഹോൾസ് കാണും. അതിലൂടെ നമ്മളെ നൂല് പുറത്തേക്ക് എടുക്കാം. ഇതുപോലെ നമ്മുടെ നൂല് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലത്തെ ഒരു സാധനം കാണാം. നമ്മുടെ ഈ മെഷീൻ്റെ ഇവിടെയായിട്ട് ഇതുപോലൊരു സാധനം കാണാം. അവിടെ ഈ ഒരു സൈഡ് ഒരു ഹോൾസ് വരുന്നുണ്ട്. ഈ ഹോൾസിൽ കൂടി നമ്മൾ ഈ വരുന്ന നൂല് നമ്മൾ ഈ ഒരു ഹോൾസിൽ കൂടി ഇങ്ങോട്ടേക്ക് ഇടുകയാണ്. കണ്ടില്ലേ? ഇതുപോലെ പുറത്തെടുക്കുക. എന്നിട്ട് ഈ ഒരു ഗ്യാപ്പിൽ നമ്മളത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ? ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതാ നമ്മൾ ഈ ഒരു ഹോൾസിൽ കൂടി ഈ നൂല് നമ്മളിവിടെ ആദ്യം നൂല് കയറ്റി, എന്നിട്ട് ആ നൂല് നമ്മൾ ഈ ഒരു ഹോൾസിലൂടെ പുറത്തേക്ക് എടുത്തു. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കൂടിയിട്ട് ഇതുപോലെ ഒരു ഹോൾസ് ഇവിടെയും നമുക്ക് വരുന്നുണ്ട്. ഈ ഒരു ഹോൾസിൽ കൂടി നമ്മൾ ഈ നൂല് പുറത്തേക്ക് എടുക്കുകയാണ്. പുറത്തേക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഭാഗത്തിൻ്റെ ഉള്ളിലേ നമ്മൾ പിടിച്ച് ടൈറ്റ് വരുത്തണം. ഇതിലേക്ക് കൂടി ഇങ്ങനെ ടൈറ്റ് വരുത്തിയിട്ട് വേണം നമ്മൾ ഈ ഒരു ഹോൾസിലൂടെ പുറത്തേക്കിടാൻ. ഈ ഒരു ഹോൾസിലൂടെ നമ്മളിങ്ങനെ ഒന്ന് പുറത്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, പുറത്തെടുക്കുമ്പോൾ നമ്മുടെ നൂല് ഇതുപോലെ അടിയിലാണ് പോയിട്ടുള്ളത്. അങ്ങനെ ആവാൻ പാടില്ല. കണ്ടില്ലേ? ഇതുപോലെ പുറത്താണ് പോയിട്ടുള്ളത്. അങ്ങനെ ആവാൻ പാടില്ല. നമ്മുടെ ഈ ഒരു ഗ്യാപ്പിൽ തന്നെ ഈ നൂല് വന്ന് കിടക്കണം. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. കണ്ടില്ലേ? നമ്മുടെ നൂല് ഈ ഒരു ഗ്യാപ്പിൽ തന്നെ വരണം. അപ്പോൾ നമ്മുടെ ഈ പണി കഴിഞ്ഞു. നമ്മൾ ആദ്യം ഈ ഹോൾസിലേക്ക് കയറ്റി നമ്മുടെ ഈ റൗണ്ടിൻ്റെ ഉള്ളിൽ നമ്മൾ ടൈറ്റ് ചെയ്തു. എന്നിട്ട് അതേ നൂല് നമ്മൾ ഈ ഹോൾസിലൂടെ പുറത്തെടുത്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബോബിൻ എടുക്കുക. നമ്മുടെ ബോബിനിൽ നമ്മൾ ഈ നൂല് ചുറ്റി കൊടുക്കുക. ആദ്യം നമ്മുടെ കൈയോട് തന്നെ കുറച്ചൊന്ന് ചുറ്റി കൊടുക്കുക. നമ്മളിതുപോലെ നമ്മുടെ കയ്യിലുള്ള ബോബിനിൽ കുറച്ച് ഞാൻ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സാധനം കണ്ടില്ലേ? ഈ ഒരു സാധനത്തിലേക്ക് നമ്മുടെ ബോബിൻ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ വരണം. അല്ലാതെ ബോബിൻ ഒരിക്കലും ഇതുപോലെ വെക്കരുത്. കണ്ടില്ലേ? ഇങ്ങനെ നമ്മൾ നൂല് കോക്കാനാവരുത്. ഇപ്പുറത്താണ് നമ്മുടെ നൂല് വരേണ്ടത്. എന്താ ഒന്നുകൂടി നോക്കാം. ഇതാ ഇതുപോലെ വേണം നമ്മുടെ നൂല് കിടക്കാൻ. നമ്മൾ കുറച്ച് നൂല് ബോബിനിലേക്ക് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ആ ചുറ്റിയ ബോബിൻ നമ്മളിതാ ഇതേപോലെ തന്നെ നമ്മൾ ഇതിലേക്കൊന്ന് അമർത്തി കൊടുക്കുക. ഒന്ന് അമർത്തിയിട്ട് കൊടുക്കുക. അതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സാധനം നമ്മുടെ ഈ ബോബിനിലേക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യാം. ഇത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ആ ഒരു സാധനം, ഈ ഒരു കമ്പി നമ്മൾ ഈ ബോബിൻ്റെ അടുത്തേക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ബോബിനായിട്ടിത് കണക്റ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ? ഈ ഒരു സാധനം ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ നമ്മുടെ എക്സലേറ്റർ കൊടുത്ത് നമ്മൾ അടിക്കും. അപ്പോൾ നമ്മൾ ബോബിനിലേക്ക് നൂല് ചുറ്റുന്നതാണ്.
കാട്ടമൂരി കോഴിക്കോടിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട്